യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഇന്നലെ 15-ാം തീയതി വരെ ഒരുമിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവസാനിക്കുന്നില്ല, തുടർന്നും പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് കേൾക്കുന്ന വചനവും പ്രാർത്ഥനയും നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി പരാജയത്തിൻ്റെ ലക്ഷണമോ തകർച്ചയുടെ ലക്ഷണമോ അല്ല, അതൊരു സാക്ഷ്യത്തിനായി ദൈവം ഒരുക്കുന്നതാണ് എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കാൻ പോകുന്ന എല്ലാ വിശുദ്ധ കുർബാനയുടെയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രാർത്ഥനയോടെ വേണം വചനം കേൾക്കാൻ, പ്രതീക്ഷയോടെ വേണം വചനം കേൾക്കാൻ, ദൈവാനുഗ്രഹത്തോടെ വേണം വചനം കേൾക്കാൻ. ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ദുഃഖിതരാണോ, പ്രയാസത്തിലാണോ, പ്രതിസന്ധിയിലോ വെല്ലുവിളിയിലോ ആണോ, ഏതെങ്കിലും തകർച്ചയോടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാണോ, ഒറ്റപ്പെട്ടു പോയോ, മനസ്സുവല്ലാതെ വേദനിക്കുന്ന സാഹചര്യമാണോ, സങ്കടപ്പെട്ടിരിക്കുവാണോ, സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മറ്റാരും ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ നന്നായി വേദനിക്കുന്ന നിന്നെ, വിഷമിക്കുന്ന നിന്നെ ദൈവം ചേർത്ത് പിടിക്കും. ആ ഒരു നല്ല അനുഭവം ഇന്നുണ്ടാകട്ടെ. ഇന്ന് ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ നിയോഗമെല്ലാം ദൈവം സാധിച്ചു തരട്ടെ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞ് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ആരോഗ്യത്തിൽ പ്രശ്നമുണ്ട്, എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ പോയി എന്നല്ല, ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും, അപ്പം വലിയൊരു ശുശ്രൂഷ ചെയ്ത് ആ ക്ഷീണമോ മടുപ്പോ ഒന്നും നോക്കാതെ വീണ്ടും പോയത് ഒരു മലയിൽ കയറി ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലമുകളിൽ കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു സമയം നമ്മുടെ എല്ലാ ജീവിതത്തിലും അല്പസമയമെങ്കിലും ഉണ്ടാകട്ടെ. എത്ര തിരക്കായാലും, എത്ര മടുപ്പുണ്ടെങ്കിലും, വിഷമമുണ്ടെങ്കിലും, അല്പനേരം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം മടിയിൽ തുറന്നു വച്ച് കുറച്ചു നേരമെങ്കിലും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന നല്ല സമയങ്ങൾ ഉണ്ടാകട്ടെ. അത് നമ്മളെ തന്നെ ശക്തരാക്കുന്ന, പുറത്തുനിന്ന് വരുന്ന ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള അത്യത്ഭുത ശക്തി കിട്ടുന്ന ഒരു നിർണായക നിമിഷമാണത്. അതൊരു നല്ല സമയമാണ്. പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 24-ാമത്തെ വാക്യം. അതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. ഇനി പ്രതിസന്ധികൾ ആരംഭിക്കുവാണ്. കാറ്റ് പ്രതികൂലമായിരുന്നു. തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. സമയം രാത്രിയുടെ 4-ാം യാമത്തിൽ. കാറ്റ് പ്രതികൂലമായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റ് ഇന്നും പ്രതികൂലമായിരിക്കാം. ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റ് ഏതാണ്? പ്രശ്നങ്ങളാകാം, പ്രതിസന്ധികളാകാം, നമ്മളെ മനസ്സിലാക്കാത്തൊരു സാഹചര്യമാകാം, നമുക്ക് വേണ്ട ഒരു പരിഗണന കിട്ടിയില്ലല്ലോ, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ഒന്ന് അംഗീകരിച്ചില്ലല്ലോ,
എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലോ, എൻ്റെ വീടിൻ്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്ന കാറ്റാണ്. എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ? എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്തു ചെയ്താലും പരാജയമാണല്ലോ, ഞാൻ എവിടെ ചെന്നാലും എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, എന്താ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാറ്റായിരിക്കും ചിലപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുന്നത്. വള്ളം ആടി ഉലയുന്നത് പോലെ ജീവിതവും പല കാരണങ്ങളാൽ ആടി ഉലയുന്നുണ്ടാകാം. പക്ഷെ അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. എന്ത് പ്രശ്നമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, അടുത്ത ഭാഗത്ത് അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു ദൈവമുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് നോക്കി. നമ്മൾ പ്രശ്നത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക ശരിയാണ്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അടുക്കലേക്ക് അടുത്തോണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ അത് ഫീൽ ചെയ്യട്ടെ, അത് അനുഭവിക്കാൻ കഴിയട്ടെ. എൻ്റെ ജീവിതത്തോട്, എൻ്റെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ എൻ്റെ ജീവിതത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന, അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. എന്നെ സഹായിക്കാൻ അടുത്തു വരുന്ന ദൈവം, എന്നെ ബലപ്പെടുത്താൻ അടുത്തു വരുന്ന ദൈവം, ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മാറ്റാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന ദൈവം. 26-ാമത്തെ വാക്യം. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. 28 മുതലുള്ള വാക്യം കുറച്ചുകൂടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത ശ്രദ്ധയേക്കാൾ അല്പം കൂടെ ശ്രദ്ധ കൊടുത്ത് ഈ ഭാഗം ഒന്ന് കേൾക്കണം. 28 മുതൽ ഞാനിത് വായിക്കുമ്പോൾ ഒരു ഹെഡിങ് പറയാം. വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി പരാജയത്തിൻ്റെ അടയാളമല്ല, അതൊരു സാക്ഷ്യമാകാനുള്ള അടയാളമാണ്. വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി തകർച്ചയുടെ, പരാജയത്തിൻ്റെ ലക്ഷണമല്ല, അടയാളമല്ല, അതൊരു സാക്ഷ്യമാകാൻ ദൈവം ഒരുക്കുന്നതിൻ്റെ അടയാളമാണ്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തോണം, ചില വെല്ലുവിളികൾ വരുമ്പോൾ ഓർക്കണം, ദൈവം എന്തോ ഒരു കൃപ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് തരാൻ ആഗ്രഹിച്ച് എന്നെ ഒരുക്കുവാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഒരു പടി കൂടെ അഭിഷേകത്തിലേക്ക് ഉയർത്താൻ ദൈവം അപ്പുറത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി എൻ്റെ ആത്മീയ ജീവിതത്തിലെ ദൈവം ഒരുക്കുകയാണ്. 28-ാമത്തെ വാക്യം. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഈ ജലത്തിൻ്റെ മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. 2 പേരും നിൽക്കുന്ന സ്ഥലം ഒന്ന് മനസ്സിലാക്കുക. യേശു നിൽക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ, ശിഷ്യന്മാർ നിൽക്കുന്നത് വള്ളത്തിനകത്താണ്. ഇനി യേശു പത്രോസിനോട് പറയുവാണ്, 28-ാമത്തെ വാക്യം, വരൂ എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. യേശുവിൻ്റെ ഒരു വിളി അങ്ങോട്ട് വരാൻ കിട്ടി. വരിക എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവരാണ് നമ്മൾ. ജീവിതത്തിൻ്റെ വിളി കേട്ട് ചുവട് വച്ചവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ വിളി കേട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരും അതിനായി പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ. പത്രോസിനോട് യേശു പറഞ്ഞു, വരിക. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്ന് ചെന്നു. ആ വിളി കേട്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ
കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്നയാൾക്ക് വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടായി. വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അല്ല, വിളി കേട്ടിട്ടല്ലേ ഇറങ്ങി വന്നത്, വരാൻ പറഞ്ഞിട്ടല്ലേ വന്നത്, പിന്നെന്തിനാ പ്രതിസന്ധി? വിളിക്കപ്പെട്ടവൻ്റെ ചെറുതാകാം വലുതാകാം, അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി തകർച്ചയുടെ പരാജയത്തിൻ്റെ ലക്ഷണമല്ല. അത് വലിയൊരു സാക്ഷ്യമാകാൻ ദൈവം ഒരുക്കുന്നതിൻ്റെ അടയാളമാണ്. പത്രോസ്ലീഹ വെള്ളത്തിൽ താന്നുപോയി. ആ വള്ളത്തിൽ നിന്നിറങ്ങി ദൈവത്തിൻ്റെ വിളി കേട്ട് വന്നതാ. ശരിക്കും താന്നു പോകാൻ പാടുണ്ടോ? ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന ഒരാളല്ലേ, അങ്ങനെ താഴാൻ പാടുണ്ടോ? അപ്പോൾ ഈ വള്ളത്തിലിരുന്നവർ, മറ്റു ശിഷ്യന്മാർ എന്നാ ഓർത്ത് കാണും? അന്നേരെ പറഞ്ഞതാ പോകണ്ടെന്ന്. അന്നേരെ പറഞ്ഞ അവരെടുത്തിയാട്ടമായിപ്പോയി. ചിന്തിച്ചിട്ടുണ്ടാകും എന്തിനാ പുള്ളി ഇത്ര തിരക്ക് പിടിച്ച് എടുത്തിയാടിയത്. പക്ഷെ യേശുവിൻ്റെ വിളി കേട്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അടുത്ത ഭാഗം 31. ഉടനെ യേശു അവനെ കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. താന്നുപോയ ഉടനെ, ശരിയാ, താന്നുപോയി, ഭയപ്പെട്ടു പോയി, പ്രതിസന്ധി ഉണ്ടായി, ശരിയാ. പക്ഷെ ആർക്കും കിട്ടാത്തൊരനുഭവം ഉണ്ടായി. യേശു കൈ നീട്ടി അവനെ ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലും എപ്പോഴും സന്തോഷമാകണമെന്നില്ല, എപ്പോഴും സ്വസ്ഥതയാകണമെന്നില്ല. ചിലപ്പോൾ ചില ഭയവും ഉത്കണ്ഠയും ആകുലതയും ടെൻഷനും വെള്ളത്തിൽ താന്നു പോകുന്നത് പോലെ ഒരനുഭവമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളത്തിൽ താന്നു പോയപ്പം പെട്ടെന്ന് ചേർത്ത് പിടിച്ചൊരു ദൈവകരമുണ്ട്. ജീവിതത്തിൽ എവിടെ താന്നു പോയാലും ഓർത്തോണം, താങ്ങുന്ന ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട്. താങ്ങുന്ന ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട്. വിളിക്കപ്പെട്ടവൻ്റെ പ്രതിസന്ധി പരാജയത്തിൻ്റെ ലക്ഷണമല്ല, അത് മറ്റൊരു സാക്ഷ്യത്തിനായി ദൈവം നിന്നെ ഒരുക്കുന്നതിൻ്റെ ലക്ഷണമാണ്, അടയാളമാണ്. സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഞായറാഴ്ച ദിവസം തിരക്കുണ്ടായിരുന്നിട്ടും, ജോലി തിരക്കും പല കാര്യങ്ങളുണ്ടായിരുന്നിട്ടും ഈ വചനം കേൾക്കാൻ മനസ്സ് കാണിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യം ഉണ്ടാകട്ടെ. ദീർഘായുസ്, നല്ല ആരോഗ്യവും കൊടുക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകണമേ. സ്വസ്ഥതയുള്ളൊരു മനസ്സ് നൽകണമേ. സമാധാനമുള്ളൊരു അന്തരീക്ഷം തരണമേ. കുടുംബത്തിനകത്ത് ദൈവീകമായൊരു സമാധാനം നിറയട്ടെ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്തര ശുദ്രപ്രയോഗത്തിൻ്റെ, തിന്മയുടെ നാരകീയ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നാളെ തിങ്കളാഴ്ചയാണ്. നമുക്കൊരുമിച്ച് വചനം കേൾക്കാൻ ഒരുങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.